പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൽഹി കലാപ കേസുമായി ബന്ധപ്പെട്ട ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. അതിൽ ആ നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. ആ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഉമർ ഖാലിദിന് ജാമ്യമില്ല. ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യമില്ല. സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ആ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷമാണ് സുപ്രീം കോടതി ഈ ഒരു വിധിയിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യമില്ല. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് അത്തരത്തിലൊരു വിധിയിലേക്ക് എത്തിയത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതിയും മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിൻ്റെ ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജാമ്യം നൽകുന്നില്ല എന്നുള്ള ഒരു വിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ആ വിധിയിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട വിവരമെന്നുള്ളത്. ഡൽഹി കലാപ കേസ് നമുക്കറിയാം 2020 CAA-യുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഡൽഹിയിൽ ഒരു കലാപം തന്നെ അവിടെ നടന്നിരുന്നു. ആ കലാപാഹ്വാനത്തിനൊക്കെ തന്നെ ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. കേസെടുത്തതിന് ശേഷം 5 വർഷമായി ഇവർ റിമാൻഡിലാണെന്നുള്ളതും കൂടിയാണ്. നിലവിൽ പ്രതികൾ നൽകിയ അല്ലെങ്കിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് വിചാരണ നടക്കുകയാണ്. സ്വാഭാവികമായും വിചാരണ നടക്കുമ്പോൾ വിചാരണ നീളുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ്. തങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ പ്രതികൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ശക്തമായ തെളിവുകൾ പ്രതികൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നുള്ള വിലയിരുത്തലിൽ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പ്രതികൾക്ക് ജാമ്യമില്ല എന്നുള്ളത്. ഇതിൽ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്താം. എന്തായാലും ഉമർ ഖാലിദാണ് ഈ പ്രതികളിൽ ഏറ്റവും പ്രധാനി എന്നുള്ളത്. അല്ലെങ്കിൽ ഉമർ ഖാലിദിന്റെ പേരാണ് ഏറെക്കാലമായി ഡൽഹി കലാപ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അധികം കേട്ടിരുന്ന പേര്. ഉമർ ഖാലിദിന് ജാമ്യമില്ല എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരമാണ് ലഭിക്കുന്നത്. സുപ്രീം കോടതി ജാമ്യം നൽകിയില്ല എന്നുള്ളതും കൂടി നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ അതിൽ ചില പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്താൻ സാധിക്കും. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അൻസാരി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ഉമർ ഖാലിദിനെ കൂടാതെ ഷർജീൽ ഇമാം, ഗുൽഷിഫ ഫാത്തിമ, മീരാൻ ഹൈദർ, അഥർ ഖാൻ, അബ്ദുൾ ഖാലിദ് സൈഫി, മുഹമ്മദ് സലീം ഖാൻ, ഷിഫ ഉർ റഹ്മാൻ, ഷതാബ് അഹമ്മദ് ഇവരൊക്കെയാണ് മറ്റ് പ്രതികൾ. ഇതിൽ ചില പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നു. ഉമർ ഖാലിദിന് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കലാപ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നാണ് പ്രതികളുടെ പ്രധാനപ്പെട്ട വാദം. ജാമ്യാപേക്ഷയിലും അത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഡൽഹി പോലീസ് മനഃപൂർവ്വം തങ്ങളെ പ്രതി ചേർക്കുകയായിരുന്നു എന്നുള്ളതാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്. 5 വർഷത്തിലധികമായി റിമാൻഡിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 5 വർഷത്തിലധികമായി റിമാൻഡിലാണ്. 2020 നടന്ന സംഭവമാണ്. അതിനുശേഷം കസ്റ്റഡിയിലാതാണ്, പിന്നീട് റിമാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനിടയ്ക്കുള്ള ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെ അങ്ങനെ പുരോഗമിച്ചതാണ്. അങ്ങനെ ഈ കാലയളവിൽ 2026 കടന്നപ്പോഴും ജാമ്യം ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ 5 വർഷത്തിലധികമായി റിമാൻഡിലാണെന്നും വിചാരണ നീളുന്നൊരു സാഹചര്യമുണ്ട്. വിചാരണ നീളുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നുമൊക്കെയാണ് പ്രതികളുടെ ആവശ്യമുണ്ടായിരുന്നത്. എന്തായാലും പ്രതികൾ ഇരവാദം പറയുകയാണ് എന്നാണ് ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം എന്നുള്ളത്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുല്യ KR ചേരുന്നു വിവരങ്ങളുമായി. അതുല്യ, എന്താണ് ജാമ്യാപേക്ഷ തള്ളാനുണ്ടായ സാഹചര്യം? ആർക്കൊക്കെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്? കാളിദാസ്, 7 പ്രതികളാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം, ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, ഷതാബ് അഹമ്മദ്, മുഹമ്മദ് സലീം ഖാൻ എന്നിങ്ങനെയുള്ള 7 പേരാണ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷമായി ജയിലിലാണ് എന്നും നിരന്തരം ഈ ഒരു വാദത്തിന്മേലുള്ള വിചാരണയും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുവെന്നും ഇത് തങ്ങൾക്കുള്ള നീതി നിഷേധവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ അതിലിപ്പോൾ ഷർജീൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ മറ്റ് 5 പേർക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. ജസ്റ്റിസുമാരായിട്ടുള്ള അരവിന്ദ് കുമാർ, ജസ്റ്റിസ് NV അൻസാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഒരു
കേസ് പരിഗണിച്ചത്. പ്രധാനമായും ഈ കേസിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ അവയെല്ലാം തന്നെ പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള യുദ്ധപ്രഖ്യാപനമായി തന്നെ ഷർജീൽ ഇമാമിൻ്റെയും ഉമർ ഖാലിദിൻ്റെയും പ്രസംഗങ്ങളെ കണക്കാക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് പ്രസംഗങ്ങളെ കലാപാഹ്വാനമായി അല്ലെങ്കിൽ UAPA നിയമപ്രകാരം UAPA ചുമത്താനുള്ള ഒരു നടപടിയായി കാണാനാകില്ല. ഒരു ആശയ പൂർത്തീകരണം അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു ഉപാധിയായ പ്രസംഗം എന്ന് പറയുന്ന ആ ഒരു ഉപാധിയെ UAPA അതായത് അൺലോഫുൾ ആക്ട്സ് നിയമപരമല്ലാത്ത ഇത്തരത്തിലുള്ള വിദ്വേഷപരമായ ഒരു പ്രവർത്തനമായി കണക്കാക്കാനാകില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ആ വാദം സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. കൃത്യമായും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിന്മേലുമുള്ള യുദ്ധാഹ്വാനമായിരുന്നു അത് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെ തകർക്കുക, അതിനെതിരായ യുദ്ധം പ്രഖ്യാപിക്കുക, അതിനെതിരായിട്ടുള്ള ഒരു യുദ്ധം നടത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു കലാപം ഇവർ ആസൂത്രണം ചെയ്തത് എന്നതാണ് സുപ്രീം കോടതി ശരിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉമർ ഖാലിദിൻ്റെയും ഷർജീൽ ഇമാമിൻ്റെയും കേസ് പ്രത്യേകം തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. മറ്റ് പ്രതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അടിത്തറയിലാണ് ഇവരുടെ കേസ് നിലനിൽക്കുന്നത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഒരു കൂട്ടായ സമീപനം അല്ലെങ്കിൽ ഒരു ഏകീകൃത വിധി, ഏകീകൃത വിചാരണ എന്നതിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കുകയാണ് എന്നും സുപ്രീം കോടതി പറയുന്നു. ഓരോ അപ്പീലുകാരെയും പ്രത്യേകം ഓരോ ആളുകളായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വിചാരണ നടത്തി വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കൂട്ടായ ഗൂഢാലോചന അല്ലെങ്കിൽ വിശാല ഗൂഢാലോചന എന്ന് പറയുന്ന കമ്പൈൻഡ് കൺസ്പിറസി അല്ല ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. മറിച്ച് ഓരോ അപ്പീലുകാരെയും അവരുടേതായ കുറ്റത്തിൽ ഇൻഡിവിജ്വലായി തന്നെയാണ് വിചാരണ ചെയ്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് 5 പേർക്ക്, അതായത് ഗൾഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, ഷദാബ് അഹമ്മദ്, മുഹമ്മദ് സലീം ഖാൻ എന്നിവർക്ക് ജാമ്യം നൽകിയത്. എന്നാൽ ഷർജീൽ ഇമാം അതുപോലെ തന്നെ ഉമർ ഖാലിദ് എന്നിവരെ ഈ 2 പേരെയും ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറ്റം അല്ലെങ്കിൽ കുറ്റത്തിൻ്റെ തീവ്രത കണക്കാക്കിക്കൊണ്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. പ്രത്യേകമായും ഒരു മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ സൂത്രധാരൻ എന്നുള്ള രീതിയിലാണ് ഇവർ 2 പേരെയും പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ ജാമ്യവും നിഷേധിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആരോപണങ്ങൾ, അതായത് മനഃപൂർവ്വമുള്ള കലാപാഹ്വാനം എല്ലാം നിസ്സംശയം തെളിഞ്ഞിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് കോടതിയുടെ വാദം. മാത്രമല്ല ദീർഘകാലം ജയിലിൽ കിടന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഇരകളാവില്ല, അതായത് ഈ പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും പ്രതികൾ വിക്ടിം കാർഡ് അല്ലെങ്കിൽ ഇരവാദം നടത്തുകയാണ് എന്നുള്ള ആരോപണവും സുപ്രീം കോടതി ശരിവെക്കുകയാണ്. ദീർഘകാലം ജയിലിൽ കിടന്നു അല്ലെങ്കിൽ വിചാരണ നീണ്ടുപോയി എന്നത് നീതി നിഷേധത്തിന് തെളിവാകില്ല എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഒരു വളരെ ഗൗരവതരമായ ഒരു കേസാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കേസാണ്. അതിൻ്റേതായ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ വിചാരണയ്ക്ക് സമയമെടുത്തു, കേസ് പരിഗണിക്കുന്നതിന് സമയമെടുത്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറയാനാകില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കേസിൻ്റെ വിധി പൂർണ്ണമായും പ്രസ്താവന പറഞ്ഞ് കഴിയുന്നതേയുള്ളൂ. നിലവിൽ ഈ കേസിൽ 7 പ്രതികളെയും അവരുടെ കുറ്റങ്ങളുടെ തീവ്രത വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഓരോ അപ്പീലുകാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പരിഗണിച്ചിട്ടുള്ളത്. ഒരു കൂട്ടായ വിധി പ്രഖ്യാപിക്കുന്നത് ബോധപൂർവം ഒഴിവാക്കുകയായിരുന്നു എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. കാരണം എല്ലാ പ്രതികളെയും ഒരേ രീതിയിൽ ഇതിൽ അളക്കാൻ കഴിയില്ല, ഒരേ രീതിയിൽ കണക്കാക്കാൻ കഴിയില്ല. ഓരോരുത്തരുടെയും ആശയ അടിത്തറ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഷർജീൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവരെ 2 പ്രത്യേക രീതിയിലും മറ്റുള്ളവരെ അതിൽ കുറച്ചുകൂടി താഴ്ന്ന തീവ്രതയുള്ള ആളുകളുമായാണ് പരിഗണിക്കുന്നത് എന്നതാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം ജയിലിൽ കഴിഞ്ഞ ഈ 7 പ്രതികളിൽ 5 പേർക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ജയിലിൽ തന്നെ തുടരും. രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 7 പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ നൽകിയത്. അതിൽ 5 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ പ്രധാനി എന്ന് പറയാവുന്ന 2 പേർ, ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം. ഇവർക്ക് 2 പേർക്കും ജാമ്യമില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുണ്ട്, ശക്തമായ തെളിവുകളുണ്ട്. ഇതൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പഠിച്ച് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വിധിയിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്.